ഹലോ. സോ വെൽക്കം ടു ഹാൻഡ് ക്രാഫ്റ്റി. ഞാൻ ഇന്ന് കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന്. സോ ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് വർക്ക്സൊക്കെ ആയിട്ടിരിക്കുവാണ്. ഹാൻഡ് ക്രാഫ്റ്റിയുടെ അല്ല, അർത്ഥത്തിലെ കുറച്ച് വർക്ക്സൊക്കെ, ആർക്കിടെക്ചർ വർക്ക്സൊക്കെ ആയിട്ടിരിക്കുവാണ്. ആൻഡ് മുഴുവൻ ഇന്ന് എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, സൈറ്റുകളിൽ പോകാനുണ്ട്, പിന്നെ വണ്ടി ഒന്ന് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാനുണ്ട് ഒരു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സോ ഐ വിൽ ഷോ വാട്ട് ഐ എം വർക്കിംഗ് ഓൺ. പിന്നെ എന്താ കാര്യം, രാവിലെ എണീറ്റു അറൗണ്ട് 4:35 4:44. ഐ റിമെമ്പർ ദാറ്റ് ടൈം. 4:44 ഞാൻ വാച്ച് ഫോണിൽ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും നേരത്തെ എണീക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ രാവിലെ എണീക്കുന്നു. ചിലപ്പോൾ 3 മണിക്ക് എണീക്കുന്നു, സ്വന്തമായിട്ട് തന്നെ എണീക്കുന്നതാണ് കേട്ടോ. 3 മണിക്ക് എണീക്കും. ബിക്കോസ് എനിക്ക് എന്തോ ഉറക്കക്കുറവ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വാസ് നോട്ട് ഏബിൾ ടു സ്ലീപ്പ് എന്ന് വേണം പറയാൻ. ഉറങ്ങാൻ ശ്രമിച്ചാലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ. പക്ഷേ ഇന്നലത്തെ ദിവസം ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണതും കുറച്ച് രാത്രി വന്നിട്ടാലും കഴിക്കണ കുറവായിരുന്നു. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം, എന്തോ ഉറക്കം ഭയങ്കര കുറവായിരുന്നു. ആൻഡ് ഇന്നലെ പക്ഷേ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ നന്നായിട്ട് ഹെവി ആയിട്ട് ലഞ്ച് കഴിച്ചു വീട്ടിൽ നിന്ന്. എന്നിട്ട് ഉറങ്ങി എന്ന് വെച്ചാൽ കുറേ മണിക്കൂറുകൾ ഉറങ്ങി. രാത്രി ബി വന്നപ്പോൾ എണീറ്റു, പിന്നെയും കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ ഒരു 4 മണിക്ക് എണീറ്റു. 4 മണിക്ക് എണീറ്റിട്ട് ഞാൻ മെയിനായിട്ട് രാത്രി സമയങ്ങളിൽ ചെയ്യണമെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിലത്തെ എഡിറ്റിംഗ് ഒക്കെയാണ് ആ സമയത്ത് ചെയ്യുന്നത്. ഏർലി മോർണിംഗ് ടൈമിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ലോങ് വീഡിയോസൊക്കെ തന്നെയായാലും പോസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഞാൻ മിക്ക വീഡിയോസും ഞാനിങ്ങനെ പകുതി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമാണ് രാത്രി സമയം. ഇപ്പോഴായാലും ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ഓഡിയോ, ലൈക്ക് ഹൗ ഗുഡ് ഇറ്റ് വിൽ ബി. മൈക്കില്ല എൻ്റെ കയ്യിൽ. ഇപ്പോൾ ഫാൻ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഓഡിയോ ബാഡ് ആയിരിക്കാം. എനിവേ ഐ ഡോണ്ട് കെയർ എന്നല്ല. ഇപ്പം നിങ്ങളാരെങ്കിലും സജഷൻ പറഞ്ഞാൽ ഐ വിൽ ഫീൽ ബാഡ്. സോ ഓഡിയോ ക്വാളിറ്റി എന്തായാലും ഇനി ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ, അങ്ങനെ അതിനൊക്കെ ശേഷം ബീനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കുവാണ്. ഇപ്പോൾ അറൗണ്ട് 9:30 ഇൻ ദ മോർണിംഗ് ആണ്. സോ ഐ വിൽ ഷോ വാട്ട് ഐ എം വർക്കിംഗ് ഓൺ. ഒരു ഇൻറ്റീരിയർ പ്രോജക്റ്റിൻ്റെ കിച്ചൺ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കുറച്ച് ചേഞ്ചസ് ക്ലയൻറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കുറച്ച് ചേഞ്ചസ് വരുത്തി. അപ്പോൾ ആ ചേഞ്ചസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കബോർഡ്സിൻ്റെ ഇൻറ്റീരിയർ വ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാനും റെൻഡേഴ്സ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സോ ഐ വിൽ ഷോ ഓൾ ദോസ് തിങ്സ്. ഓക്കെ, ഒരു ഗ്രീൻ കളറാണ് നമ്മളിപ്പം ചൂസ് ചെയ്തേക്കുന്നത് എൻ്റയർലി. സോ ഇതാണ് കിച്ചൺ വന്നിട്ട്. അപ്പം ഇതിൽ മേ ബി ആർക്കിടെക്ട്സിനൊക്കെ നോക്കിയത് മനസ്സിലാവുമായിരിക്കും. ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ കാണുമ്പം. അല്ലാത്ത നോർമൽ പീപ്പിളിന് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് കിച്ചൺ സ്റ്റൗ കാര്യങ്ങൾ, കബോർഡ്സ്. ഈ ഒരു ഗ്രീൻ വുഡൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനെല്ലാം നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടൈൽസ് വന്നിട്ടാലും ഫൈനലൈസ് ആയിട്ടില്ല. എനിക്കെന്തായാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈൽസ് ടൈപ്പാണ് അവിടത്തേക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് നോക്കുന്നതേ ഉള്ളൂ. എനിവേ, അപ്പം ഇതിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, അത് ചെയ്യുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുമായിരുന്നു. നമുക്കിതൊരു ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയറാണ്. ഇഫ് പോസിബിൾ ഐ വിൽ ഷോ എൻ്റെ ഫ്ലാറ്റിൻ്റെ വർക്കിൻ്റെ വീഡിയോസ് ഞാനൊന്ന് ഇന്ന് സൈറ്റിൽ പോകുമ്പോഴത്തേക്ക് എടുത്ത് കാണിക്കാം. പിന്നെ നമ്മളിപ്പം കറൻ്റ്ലി ഐ ഡോണ്ട് നോ ഹൗ ടു ഷോ ഫ്രം ദിസ് വൺ. ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് വന്നിട്ട് ഈ ഒരു സൈഡിലാണ് എൻട്രൻസ് നമുക്ക് വരുന്നത്. അപ്പം എൻട്രൻസ് വരും ഇവിടെ ആയിട്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ മാസ്റ്റർ ബെഡ്റൂം, കയറി വരുന്ന പോർഷനിൽ ലിവിങ് ഏരിയ, അതിനൊരു ബാൽക്കണി ഉണ്ട്. എഗെയിൻ റൈറ്റ് സൈഡിലോട്ട് നമുക്കൊരു ഡൈനിങ് സ്പേസ് പോലെ വരുന്നുണ്ട്. ഡൈനിങ് ദെൻ കിച്ചൺ, 2 ബെഡ്റൂം ഇപ്പുറത്തായിട്ട് വരുന്നുണ്ട്. സോ കിച്ചണാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഒരു ബാൽക്കണി സ്പേസ്.
വരുന്നത്. അപ്പോൾ സൈറ്റിൽ ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്തേക്കണേൽ ഈ ഒരു വാർഡ്രോബ് വന്നിട്ട് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഞാനത് ഫിക്സ് ചെയ്തിട്ടില്ല, അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ ഇൻറ്റീരിയർ ടീംസ്. ഞാനത് ഇന്ന് എന്തായാലും സൈറ്റിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ ഷെയർ ചെയ്തേക്കാം. പറ്റുമെങ്കിൽ എൻ്റെ വർക്കിൻ്റെയും ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യാം. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെറ്റർ ഹിയർ. ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. ഞാൻ റൂം റെനോവേറ്റ് ചെയ്തപ്പോൾ തന്നെ, ഈ റൂം ഇച്ചിരി വലിയ റൂമാണ്, അപ്പോൾ റെനോവേറ്റ് ചെയ്തപ്പോൾ തന്നെ ഇൻബിൽഡ് ആയിട്ടൊരു ടേബിൾ സ്പേസ് പോലെ ചെയ്തിട്ടുണ്ട്. ഒരു കൗണ്ടർ പോലെ, നമ്മൾ കിച്ചണിൻ്റെയൊക്കെ കൗണ്ടർ പോലെ തന്നെ ഒരു ഫുൾ സ്ട്രെച്ച്, ഒരു വോളിൽ ഫുൾ സ്ട്രെച്ചായിട്ട് ഞാൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സൈഡിലും ഡ്രോയേഴ്സും ചാർജിങ് സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ മെസ്സായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല സ്പേസ് കൂടുതൽ. സോ നമ്മളുടെ റൂമിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ഒരു ദിവസം കാണിക്കാൻ നോക്കാം. ബിക്കോസ് ഇപ്പോൾ ഓൾറെഡി ഇതൊരു റെഡിഷ് ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്തേക്കണം. ഞാനത് മാറ്റി വൈറ്റ് ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈറ്റ് ആക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം. ബിക്കോസ് അപ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇച്ചിരി കാണാൻ നല്ലതാണ്, എന്നാൽ കൂടി എനിക്കൊരു ഇടുങ്ങൽ ഫീലിംഗ് ഉണ്ട് ഈ ഒരു റെഡ് കളർ ആയതുകൊണ്ട്. പക്ഷേ വിൻഡോ എല്ലാം തുറന്നിട്ട് നല്ല വെളിച്ചമുണ്ട്. എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത ഒരു ഓപ്പൺ ടെറസ് പോലത്തെ ഒരു ബാൽക്കണി, ലൈക്ക് സിറ്റ് ഔട്ട് പ്ലസ് ഓപ്പൺ ടെറസാണ്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ചുകൂടെ ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ ഒന്നും കൂടെ കൊടുത്ത് എടുക്കണം എന്നൊക്കെ ഉണ്ട്. എനിവേ അതൊക്കെ ഞാൻ വേറൊരു ദിവസം ഒരു മേ ബി റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. അപ്പം അടുത്ത ഷോർട്സൊക്കെ ഞാൻ എടുത്ത് ഇന്നത്തെ ഫുൾ ഷോർട്സൊക്കെ ഇട്ടാൽ മാക്സിമം നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത്. ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യണതിൻ്റെ കുറച്ച് ടൈം ലാപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ. സോ ഞാൻ ഈ വീഡിയോയിൽ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് ബിസി ആയിപ്പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിന് തൊട്ട് മുന്നത്തെ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണെങ്കിൽ പോർട്രേറ്റ് മോഡിലാണ്. അത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ അടുത്തൊരു ദിവസം പിന്നീടുള്ള ദിവസങ്ങളിൽ കാണിക്കുന്നതായിരിക്കും ചിലപ്പോൾ ബെറ്റർ. അപ്പം ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും മെഷർമെൻറ്റ്സ് എല്ലാം ഒന്നും കൂടെ റീചെക്ക് ചെയ്യുവാണ്. വർക്കേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ക്ലയൻസായിട്ട് ഉള്ള ഡിസ്കഷനും ഇന്നത്തെ ദിവസം തന്നെ ലൈക്ക് ഓൺലൈനായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേബേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ രാവിലെ തന്നെ എനിക്ക് വിശന്നിട്ട് ഞാൻ താഴെ പോയി നോക്കിയപ്പോൾ അമ്മ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുട്ട്, പപ്പടം, പിന്നെ ഇതൊരു കോംബോ ആയിട്ട് കാണരുത്, ഇത് കുറച്ച് കിഴങ്ങാണ്. ലൈക്ക് കപ്പ വന്നിട്ട് അമ്മ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കി. ഒരിക്കലും പുട്ടായിട്ടൊരു കോംബോ അല്ല, ബട്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് കുറച്ച് ഞാൻ എടുത്തു വെച്ചു. അങ്ങനെ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. സോ ഐ എം ഗെറ്റിംഗ് റെഡി ടു ഗോ ഔട്ട്. അപ്പം വേറൊന്നുമില്ല, സൺസ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഐ എം യൂസിങ് വെഹിക്കിളിൻ്റെ അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് സൺസ്ക്രീൻ, പിന്നെ ലിപ്സ്റ്റിക്, അത്ര. കണ്ണ് എഴുതണമെന്ന് ചില ദിവസങ്ങൾ എഴുതത്തുള്ളൂ. ഇപ്പം നോക്കട്ടെ, ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ മൈ ടൈം. മുന്നേ ആണെങ്കിൽ തലമുടിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു 10 minutes വേണ്ടി വരുമായിരുന്നു. എനിക്കിപ്പോൾ അത്രയൊന്നും വേണ്ട, ജസ്റ്റ് 1 minute താഴെ മതിയല്ലോ. ഞാൻ കുറച്ച് ബ്ലഷ് ചിലപ്പോൾ ഇടാറുണ്ട്. ചായലാവും I love defining my cheeks. അതുകൊണ്ടാട്ടോ ബ്ലഷ് ഇടുന്നത്. പണ്ടൊന്നും ഞാൻ ഇതൊന്നും ഇടാറില്ല, ലിപ്സ്റ്റിക്കൊക്കെ തന്നെ. കണ്ണെഴുതിയേക്കാം.
അത്രേ ഉള്ളൂ. പൊട്ടില്ല. ഐ വിൽ യൂസ് ദിസ് ഐലൈനർ. ഓക്കെ, നൈസ്, ഡൺ. ആൻഡ് മൈ സ്പ്രേ. ഓ മൈ ഗോഡ്, ഇവിടെ എൻ്റെ സ്പ്രേ മുട്ടിക്കുന്ന ഒരാളുണ്ട്. അത് കൊണ്ടുപോയി തോന്നുന്നു. എവറി ടൈം ഇറ്റ് ഹാപ്പൻസ്. ഇല്ല ഇവിടെ ഉണ്ട്. നോർമലി ഞാൻ സ്പ്രേ മേടിക്കും, ബി അത് കൊണ്ടുപോകും. ബി അത് ബാഗിലിട്ടുണ്ട് ഓഫീസിൽ പോകും. സോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ ഹുവാൻ റുംബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറാണ്, വിച്ച് ഈസ് വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ് കേട്ടോ. ഞാനിത് കല്യാണ സമയത്താണ് ഫസ്റ്റ് ട്രൈ ചെയ്തത്. ആ സമയത്ത് ഞാൻ കുറേ പെർഫ്യൂംസ് ഒക്കെ മേടിച്ച് സാമ്പിൾസ് മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ മേടിച്ചു ആൻഡ് ഐ ലവ് ഇറ്റ്. അങ്ങനെ എഗെയിൻ ഞാനിപ്പം ഒരു 3, 4, 5 ടൈംസ് ആയിട്ട് സെയിം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് വേറൊരെണ്ണം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എൻ്റെ പേര് ബോട്ടിലായാലും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിക്കായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്, റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് സർവീസ് സെൻറ്ററിൽ പോകണം. അത് കഴിഞ്ഞിട്ടൊരു സൈറ്റിൽ പോയിട്ട് വർക്കേഴ്സിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു സൈറ്റിൽ പോകാനുണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ വേറെ സ്ഥലത്തും പോകാനുണ്ട്. പിന്നെ നാളെ ഞാനൊരു യാത്ര പോകുന്നുണ്ട്. മേ ബി ഐ വിൽ റെക്കോർഡ് ഇറ്റ്. അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് മുന്നായിട്ട് എനിക്ക് ഒരു സാധനം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പം ടൈം ഉണ്ടെങ്കിൽ ഇന്ന് അത് പർച്ചേസ് ചെയ്ത് അതിൻ്റെ സ്റ്റിച്ചിങ്ങിനും കൊടുക്കണം. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ടുമോറോ. അപ്പം ശരി, ഡ്രൈവിങ്ങിലിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൻ്റെ അപ്ഡേറ്റ് കാണിച്ചിട്ട് പോകാൻ കരുതി. ഇറ്റ്സ് കംപ്ലീറ്റ്. നമ്മളിങ്ങനെ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഒരു ഗ്രേഷ് ബ്ലാക്ക് കോമ്പിനേഷൻ വിത്ത് വുഡൻ കോംബോയിലൊക്കെയാണ് ചെയ്യുന്നത്. സോ വിൽ ഷോ ദ റെൻഡേഴ്സ്. ഒരു ഫ്ലാറ്റിൻ്റെ കിച്ചണാണ് കേട്ടോ. ഓൾറെഡി ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, നമ്മളതിനെ മൊത്തത്തിലും റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. സോ ഇത് ആക്ച്വലി നേരത്തെ എടുത്തൊരു കളർ കോമ്പിനേഷൻ കേട്ടോ. ബട്ട് വി ആർ ഗോയിങ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ഗ്രീൻ. ലീഫ് ഗ്രീൻ എന്നാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിട്ട്, ലാമിനേറ്റിൻ്റെ നെയിം വന്നിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി സൈറ്റുകളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയാൽ അതൊക്കെ ഷെയർ ചെയ്യാം, പറ്റിയില്ലെങ്കിൽ നോ. ശരി, ബൈ. ആക്ച്വലി ഇന്നലെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത വീഡിയോസാണ്. പക്ഷേ ഞാനൊന്നും ഓടിയില്ല, വേറൊന്നുമില്ല, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിരുന്നു. സോ ഫോണിൻ്റെ മൈക്രോഫോൺ വർക്ക് ചെയ്തില്ല. എനിവേ ഞാൻ വണ്ടി ഓടിച്ച് ബീൻ്റെ ഓഫീസിൻ്റെ അവിടെ എത്തിയായിരുന്നു. അപ്പം ബി ജസ്റ്റ് വന്നൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ സർവീസ് സെൻറ്റർ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് ബീനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. സോ അപ്പോൾ ആളിച്ചിരി ബിസി ആയിരുന്നു. ആൾക്കൊരു ഡ്രൈവിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. ആക്ച്വലി ഞാനിവിടെ ടാറ്റയുടെ സർവീസ് സെൻറ്ററിൽ വണ്ടി വന്നു ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഓപ്പോസിറ്റ് ആ കാറിൽ ആ കിടക്കുന്ന കാറിൽ ബി ഇരിപ്പുണ്ട്. ഈ വർക്ക്സ് ഹിയർ. ഞാനിപ്പോൾ എന്തായാലും ആര്യസിൽ പോയൊരു ദോശ കഴിക്കാമെന്ന് കരുതി. ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം. ഒരു ദോശ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. ടാറ്റാ. ഞാൻ ഓർഡർ ചെയ്തത് മഷ്റൂം ബിരിയാണി, ആലു ഗോബി ആൻഡ് ജ്യൂസ്. ആക്ച്വലി ഒന്നും കരുതരുത്, ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കണത് ഇപ്പോൾ പറയണതും എൻ്റെ ഡിഫറെൻറ്റ് തിങ്സ് അല്ല. ബട്ട് സ്റ്റിൽ സിങ്ക് ആവത്തില്ല. വേറൊന്നുമല്ല, ഓഡിയോ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് വണ്ടി എടുത്തു. 2 hours കഴിഞ്ഞിട്ടാണ് കേട്ടോ വണ്ടി കിട്ടിയത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇറങ്ങി. ഈ കരുതി ഇനി ലേറ്റാവുന്ന കരുതി ആൾ എന്നെ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ബസ് സ്റ്റോപ്പിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രൈവ് കഴിഞ്ഞ് വന്നപ്പം ഓൾറെഡി എനിക്ക് വണ്ടി കിട്ടി ഇറങ്ങി. അങ്ങനെ പിന്നെ എനിക്കൊരു ചാർജർ വന്നു. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഒരു കേബിൾ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ആൾ വന്നു. ബാക്കിൽ തന്നെ ഉണ്ട് ആൾ. അടുത്തൊരു ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. സോ എനിക്ക് വണ്ടിയുടെ പ്രോബ്ലം വന്നിട്ട് 4th ഗിയറിൽ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ജേർക്ക് ഫീൽ ചെയ്തു. ലൈക്ക് മെയിൻലി സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കുമ്പോഴത്തേക്കും. അങ്ങനെയാണ് ഞാൻ വണ്ടി കൊണ്ടുവന്നത്. അപ്പം അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. അപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൽ ഇടയിലും വന്നിട്ട് ഒന്ന് ബ്രേക്കായിരുന്നു. അതുകൊണ്ട് അഗെയിൻ അവർക്കൊന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് 2 hours എടുത്തത്. പിന്നെ ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഫോണിൽ കൂടെ തന്നെ കുറേ വർക്ക്സൊക്കെ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ നോക്കി. മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം ഇതാണ്, സൈറ്റുകളിൽ നമ്മൾ ചെന്നില്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മൊത്തത്തിൽ
ഒരു പരുവായിട്ടിരിക്കും. അപ്പോൾ ഒന്ന് ചെന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി ഇല്ലാതിരുന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത്. കഴിഞ്ഞൊരു 2 months വണ്ടി കയ്യിലില്ലായിരുന്നു. അപ്പം ഭയങ്കര ടാസ്ക്കായിരുന്നു. അങ്ങനെ ബീതാ ഇപ്പം എനിക്ക് കേബിളൊക്കെ കൊണ്ടുവന്നിട്ട് പോയി. ആക്ച്വലി ഞാനും ഒന്നും കൂടെ കണ്ടുപിടിച്ചേക്കുവാണ്. അതിൻ്റെ ഇടയിൽ കിടന്നൊന്നും പറയണ്ട. വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും പിന്നെ ഒരു ജെർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് പിന്നെയും കൊണ്ടുപോയി. ബിക്കോസ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് ബ്രേക്കായിട്ട് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് ഡിലേ ആയത് 2 hours എടുത്തത്. അപ്പം അങ്ങനെ എന്തോ മിസ്സിങ് വന്നതാണ്. അങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ആയതുകൊണ്ട് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എന്നിട്ട് ഫുള്ളൊന്ന് അവിടുത്തെ എക്സിക്യൂട്ടീവിനെ കൊണ്ട് ഫുൾ ഡ്രൈവ് ചെയ്ത് നോക്കി. അപ്പം ഇപ്പം പ്രശ്നമില്ല. അങ്ങനെ പിന്നെ തിരിച്ചതായി. ഇപ്പം എത്ര മണിയായി? 4:15. എൻ്റെ ദൈവം, എന്നെ ഒരു ദിവസം പോയി കിട്ടി. 1 മണിക്ക് ഞാൻ സ്ഥലത്തെത്താമെന്ന് പറഞ്ഞതാണ്. ഇത് ഒറ്റ കാരണത്തല്ല എൻ്റെ ഫുൾ ഡേ പോയി കിട്ടി. അപ്പം ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പം ഐ തോട്ട് ലൈക്ക് ഐ വിൽ ജോയിൻ ഹിം. കുറേ അപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് ഞാനൊന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. എനിവേ എൻ്റെ ലേബേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണം ഞാൻ വിളിച്ച് പറഞ്ഞു ലേറ്റാവും, അപ്പം നാളെ മോർണിംഗ് ഞാൻ എത്തിയേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോർണിംഗ് നോർമലി ഡെഡിക്കേറ്റഡ് ഫോർ ഓഫീസ് വർക്ക്സ് ആണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും തലേ ദിവസത്തത് ഒന്ന് ഇപ്പോൾ പിറ്റേ ദിവസം മോർണിംഗിലോട്ടും ഷിഫ്റ്റ് ആവും. എനിവേ ഇതവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ആൾ ഇറങ്ങിയിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ, പിന്നെ ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാനൊരു ഷോപ്പിൽ കയറി ഈ വിളയുടെ ഒരു കീ ചെയിനും ഒരു ഹാങ്ങിങ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് കയറിയത് അമ്മയ്ക്ക് കുറച്ച് അക്രിലിക് പെയിൻറ്റ്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനോടൊക്കെ താല്പര്യമുണ്ട്. അങ്ങനെ കയറി മേടിച്ചായിരുന്നു. ആൻഡ് ഐ ബിലീവ് ഇൻ സംതിങ് ലൈക്ക് ദിസ്. സോ അതിനുശേഷം നൈറ്റ് ഞാൻ എൻ്റെ സൈറ്റിൽ പോയി വർക്കേഴ്സിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ബീൻ്റെ കൊളീഗ്സും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളൊരു മൂവി പ്ലാൻ ചെയ്തു. ലക്കി ഭാസ്കർ ആയിരുന്നു. അങ്ങനെ ലുലു പോയി. രാത്രി പിന്നെ ഞാനൊരു സ്വീറ്റ് ലസ്സി മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂവി കണ്ടു. ഇറ്റ് വാസ് എ നൈസ് മൂവി. റെക്കമെൻഡഡ് ആണ്. ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. സോ ദാറ്റ് വാസ് ദ ഡേ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻഡ് ക്രാഫ്റ്റ്.